ഔപചാരിക വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുന്ന ശാസ്ത്ര അറിവുകൾ പലപ്പോഴും കേവലം ഉപകരണപരമായ അറിവായി ചുരുങ്ങുകയാണെന്ന് പ്രഭാഷകനും ചിന്തകനുമായ സുനിൽ പി ഇളയിടം അഭിപ്രായപ്പെട്ടു. ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച മാറുന്ന സാമൂഹികതയും മലയാളി യുവത്വവും എന്ന വിഷയത്തിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നിലനിൽപ്പ് സമൂഹത്തിന്റെ പരമ്പരാഗത അടിത്തറയിലാണെന്നും അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ആശയപരമായ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ ചരിത്രപരമായ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആഘോഷഭ്രാന്തിന്റെയും ദൂർത്തിന്റെയും അതിരുകവിഞ്ഞ പ്രയോഗങ്ങളാണ് ഇന്നത്തെ സമൂഹത്തിൽ വ്യാപകമായി കാണുന്നതെന്നും സാമൂഹിക ബോധവും രാഷ്ട്രീയ ധാരണയും പ്രത്യയശാസ്ത്ര വ്യക്തതയും നഷ്ടപ്പെട്ട രാഷ്ട്രീയ മാധ്യമ ഇടപെടലുകൾ മനുഷ്യനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാലാനുസൃതമായ യുവത്വത്തിന്റെ സാമൂഹിക ഇടപെടലുകളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും സമീപകാലത്ത് സാമൂഹ്യ നിരാസം കേരളത്തിന്റെ രാഷ്ട്രീയ ഘടനയുടെ ഭാഗമാകുന്ന സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം വിലയിരുത്തി. ജനാധിപത്യത്തിന്റെയും നീതിബോധത്തിന്റെയും സംരക്ഷകരായി യുവജനങ്ങൾ ഉയർന്നുവരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ അടിസ്ഥാന മികവിന്റെ കാരണം എന്ന അഭ്യാസമൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ സാമൂഹികത എന്ന് പറയുന്നത് ദൈവഭാവന മുതൽ ശിശുമരണ നിരക്ക് വരെ, വിദ്യാഭ്യാസം മുതൽ നമ്മുടെ ഗതാഗത സംവിധാനം വരെയുള്ള സർവ്വ പ്രതലങ്ങളിലും കേരളത്തിലെ റോഡുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കേരളത്തിലെ വിദ്യാലയങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നമ്മുടെ ശ്രീനാരായണ മഠം ഓടിച്ചോർത്ത് നടന്ന സെമിനാറിൽ CPIM തിരുവങ്ങാട് ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി CN ജിതുൻ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ തലശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി PV സച്ചിൻ സ്വാഗതം പറഞ്ഞു. തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് N ഷംസീർ, ഏരിയ സെക്രട്ടറി CK രമേശൻ, ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ, സംസ്ഥാന കമ്മിറ്റി അംഗം PM അഖിൽ, സെക്രട്ടേറിയറ്റ് അംഗം P സനീഷ, ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഫാസിൽ, ഫിദ പ്രദീപ് എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് കമ്മിറ്റി അംഗം സന്ദേശ് പ്രദീപ് നന്ദി രേഖപ്പെടുത്തി.